നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. അഘോരികളെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കഥയാണ്, ഒരു സംഭവമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ, ഈ കഥ ഇപ്പോഴുണ്ടായതല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതല ഒരു സമയത്ത് കേന്ദ്ര സേനകൾക്കായിരുന്നു. അവിടേക്ക് വരുന്ന ഭക്തന്മാർക്ക് വളരെയധികം നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. താക്കോല് പോലുള്ള സാധനങ്ങൾ പോലും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ സമയത്താണ് ഒരു കൂട്ടം അഘോരി സന്യാസിമാർ അവിടേക്ക് വരുന്നത്. അഘോരി സന്യാസിമാരുടെ കൈവശം എപ്പോഴും അവരുടെ ശൂലവും കമണ്ഡലവും ഒക്കെ കൈവശമുണ്ടാവും. അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത്. അങ്ങനെ ഈ ശൂലവും കമണ്ഡലവും ഒക്കെ ആയിട്ട് വന്ന അഘോരി സന്യാസിമാരെ കേന്ദ്ര സേനകൾ തടഞ്ഞു. അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും ചെയ്തു. അസഭ്യമായ രീതിയിൽ അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഇതേ തുടർന്ന് അവരവിടെ വളരെ നേരം കാത്തു നിൽക്കുകയും എന്നാൽ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് അവർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അഘോരി സന്യാസിമാരുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ ആ സംഘത്തിൻ്റെ ഗുരുവായ അല്ലെങ്കിൽ അവരുടെ നേതൃത്വമുള്ള ഒരു സന്യാസി മുന്നോട്ട് വരികയും ചില മന്ത്രങ്ങളെല്ലാം ചൊല്ലുകയും കൈകൊണ്ട് ചില മുദ്രകൾ എല്ലാം കാണിക്കുകയും ചെയ്തപ്പോൾ ഈ കേന്ദ്രസേനകൾ നിശ്ചലരായിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ നിശ്ചലരായിപ്പോയ ഈ കേന്ദ്ര സേനകൾ അവിടെ തന്നെ നിൽക്കുകയും തുടർന്ന് അഘോരികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. വളരെ നേരം കഴിഞ്ഞിട്ടും ഈ സൈന്യങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലേക്കാകാൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ പൂജാരിമാരായ പണ്ഡിറ്റുമാരുൾപ്പെടെയുള്ള ആളുകൾ ചെന്ന് അഘോരിമാരോട് ക്ഷമാപണം നടത്തിയതിന് ശേഷമാണ് അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാൻ സാധിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അഘോരിമാർക്ക് ഇത്രയൊക്കെ കഴിവുകളുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. എന്നാൽ തീർച്ചയായിട്ടും അഘോരിമാർക്ക് ഇത്തരം കഴിവുകളുണ്ട്. അഘോരിമാരുടെ ജീവിതം നിഗൂഢതകൾ നിറഞ്ഞതാണ്. മന്ത്രസിദ്ധികൾ കൊണ്ടും ക്രിയാശക്തികൾ കൊണ്ടും ജ്ഞാന സിദ്ധികൾ കൊണ്ടുമെല്ലാം അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രത, ആ ഏകാഗ്രതയിലൂടെ മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന അപാരമായ കഴിവുകൾ കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളെല്ലാം അവർ ചെയ്യുന്നത്. അഗ്നിയിലൂടെ നടക്കാനും തീയിൽ അഗ്നിയിൽ തന്നെ ശയിക്കാനും അതുപോലെ സ്വന്തം ശരീരത്തിൽ ത്രിശൂലങ്ങൾ കുത്തിയിറക്കി രക്തം വരാത്ത രീതിയിൽ, സ്വന്തം ശരീരത്തിൽ ത്രിശൂലം ഇറക്കുമ്പോൾ രക്തം വരാത്ത രീതിയിലൊക്കെ ചെയ്യാനെല്ലാം അവർക്ക് കഴിയുന്നതെല്ലാം അതുകൊണ്ടാണ്. അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രമായ അപാരമായ ശക്തി കൊണ്ടാണ്. ആ ശക്തി ഉള്ളതുകൊണ്ടാണ് അവർക്കിതെല്ലാം സാധ്യമാകുന്നത്. അഘോരികൾ പൊതുവെ പൊതുസമൂഹത്തിന് മുമ്പിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ല. കാശിയിലും വാരണാസിയിലും എല്ലാം ധാരാളം ഉണ്ടെങ്കിലും അവർക്ക് മറ്റുള്ള ആളുകളോട്ട് അധികം സമ്പർക്കമില്ല. അവരുടെ ജീവിതങ്ങളെല്ലാം വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. ചിതാഭസ്മം ദേഹത്ത് മുഴുവൻ പൂശിയാണ് സാധാരണ അഘോരികൾ നടക്കുന്നത്. അവരുടെ കയ്യിൽ എപ്പോഴും ഒരു കമണ്ഡലവും ത്രിശൂലവും ഉണ്ടാവും. ശൈവ സമ്പ്രദായത്തിലുള്ള ആരാധന രീതിയാണ് അഘോരിമാർക്ക് ഉള്ളത്. ഏതാണ്ട് 5000 വർഷത്തിലധികം പഴക്കമുണ്ട് അഘോരി സന്യാസ സമ്പ്രദായത്തിന്. യോഗിനി ഭൈരവി ആണ് അവരുടെ കുലദേവതയായിട്ട് അവർ ആരാധിക്കുന്നത്. ശിവനെ, അഘോരമൂർത്തിയായിട്ടുള്ള ശിവനെയും കാളിയെയുമാണ് അവരുടെ ഉപാസനാമൂർത്തിയായി അവർ സങ്കല്പിക്കുന്നത്. അഘോരമൂർത്തി എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു ശിരസാണ്. 5 ശിരസാണ് ശിവന് ഉള്ളത്. ഒരു ശിരസാൻ്റെ പേരാണ് അഘോരം. ഈ അഘോരമൂർത്തിയെയാണ് അവരുടെ ഉപാസനാമൂർത്തിയായിട്ട് അവർ സങ്കല്പിക്കുന്നത്. യോഗിനി ഭൈരവി അവരുടെ ഗുരുസ്ഥാനീയയാണ്. അഘോരമൂർത്തികളെക്കുറിച്ചുള്ള അത്ഭുതകരമായിട്ടുള്ള നിരവധി കഥകൾ ഇനിയുമുണ്ട്. നമുക്ക് നമ്മുടെ സാമാന്യമായിട്ടുള്ള നമ്മുടെ യുക്തിക്കും നമ്മളുടെ ബുദ്ധിക്കൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ സാധാരണ നിലവാരത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള അത്ഭുതപൂർവ്വമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിട്ട് അഘോരികളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരം കഴിവുകളെല്ലാം അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. അവരുടെ ആ ഏകാഗ്രത കൊണ്ട്, അവരുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് അവർ നേടിയെടുക്കുന്നതാണ് ഈ കഴിവുകളെല്ലാം. കഠിനമായിട്ടുള്ള സാധനകളിലൂടെ, നമ്മളുടെ സാധാരണയായിട്ടുള്ള സാധനാ മാർഗ്ഗങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അവരുടെ സാധനാ മാർഗ്ഗത്തിലൂടെ, കഠിനമായ തപസ്സിലൂടെ അവർ നേടിയെടുക്കുന്നതാണ് ഇത്തരം കഴിവുകളെല്ലാം. ഇനിയും ഇത്തരത്തിലുള്ള അഘോരികളെക്കുറിച്ചുള്ള കൂടുതൽ കഥകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.